ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് അവർ ചാനൽ. നമ്മൾ ഇന്നൊരു സിമ്പിൾ ട്രിക്കാണ് പറയുന്നത്. ലൈനിങ് വെച്ച് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന ചുരിദാറിൻ്റെ ഷോൾഡറുകൾ ഇൻവിസിബിൾ ആയിട്ട് സ്റ്റിച്ചിങ് ഒന്നും വെളിയിൽ കാണാത്ത രീതിയിൽ നമ്മൾ എങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ സിമ്പിൾ മെത്തേഡ്, ക്യാൻവാസ് ഒന്നും വെക്കാതെയാണ് നമ്മൾ നെക്ക് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതെങ്ങനെ നമുക്ക് സ്റ്റിച്ച് ചെയ്യാമെന്ന് നോക്കാം. നമ്മളിതാ ഈ ആം ഹോളിൻ്റെ ഇത്രയും ഭാഗം മാത്രം ലൈനിങ്ങിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്യരുത്. അതിപ്പോൾ ഫ്രണ്ട് പോർഷൻ്റെയും ബാക്ക് പോർഷനിലാണെങ്കിലും നമ്മളിതാ ആം ഹോളിൻ്റെ ഭാഗം മാത്രം സ്റ്റിച്ച് ചെയ്യാതിടുക. ബാക്കി എല്ലാ ഭാഗങ്ങളും ഇതാ ലൈനിങ് ക്ലോത്തുമായിട്ട് അറ്റാച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം ഇതാ ഈ ഭാഗങ്ങൾ ഇങ്ങനെ നമ്മൾ വെച്ച് സ്റ്റിച്ച് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതാ എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത് നമുക്ക് നോക്കാവേ. ലൈനിങ് നമ്മളിതാ ഇങ്ങനെ അറ്റാച്ച് ചെയ്തെടുത്തിരിക്കുകയാണ്. അപ്പം ഇതാ ഈ ഭാഗം മാത്രം, നമ്മളുടെ ആം ഹോളിൻ്റെ ഭാഗം മാത്രം, എന്താ ഇത്രയും ഭാഗം മാത്രമേ നമ്മൾ സ്റ്റിച്ച് ചെയ്യാതിട്ടിട്ടുള്ളൂ, അതായത് ലൈനിങ്ങുമായിട്ട് അറ്റാച്ച് ചെയ്യാതെ. അതുപോലെ തന്നെയാണ് ബാക്ക് പോർഷൻ്റെയും ആം ഹോളിൻ്റെ ഭാഗം മാത്രം ലൈനിങ്ങുമായിട്ട് അറ്റാച്ച് ചെയ്യാതെ എടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം അതിനെ നിവർത്തിയതിന് ശേഷം ദാ നെക്കിൻ്റെ ഭാഗത്ത് നമ്മൾ ആ സ്റ്റിച്ച് വരുന്നിടം തമ്മിൽ ഇതുപോലെ ഒരുപോലെ വരുന്ന രീതിയിൽ വെച്ച് കൊടുക്കണേ. ഒരു തരി പോലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറരുത്, കറക്റ്റായിട്ട് നമ്മൾ വെച്ച് കൊടുക്കുക. അതിനുശേഷം ഒരു സൈഡിൽ തുടങ്ങി സ്റ്റിച്ച് ചെയ്ത് അടുത്ത സൈഡ് വരെ നല്ല ക്ലിയർ ആയിട്ട് ഇതാ ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുക്കുകയാണ്. 2 times ആണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. അതിനുശേഷം അതിനെ നമ്മൾ നിവർത്തുമ്പോൾ ഇത് കണ്ടോ, നമ്മളുടെ സീം എലമെൻറ്റ്സ് ഒന്നും വെളിയിൽ കാണാത്ത രീതിയിൽ നമ്മൾ ഒന്ന് ഇതുപോലെ നമുക്ക് ലഭിക്കും. നമ്മൾ കൈ കൊണ്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഈ ഭാഗങ്ങൾ നമ്മൾ ആം ഹോളിൻ്റെ ഭാഗം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇതുപോലെ നമ്മളിപ്പോൾ ആം ഹോളിൻ്റെ ഭാഗങ്ങൾ നല്ല ക്ലിയർ ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിരിക്കുകയാണ്. ഇത് കണ്ടോ, ഇതിൻ്റെ റോങ് സൈഡും നല്ല നീറ്റായിട്ട് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഇനി ഇതുപോലെ തന്നെയാണ് അടുത്ത ഷോൾഡറിൻ്റെ ഭാഗവും നമ്മൾ സ്റ്റിച്ച് ചെയ്യേണ്ടത്. ഇങ്ങനെ ദാ അതും നമ്മൾ ആം ഹോളിൻ്റെ ഭാഗങ്ങൾ സ്റ്റിച്ച് ചെയ്യാതിട്ടേക്കാണ്. ഇത് ആ നെക്കിൻ്റെ ഭാഗത്തെ സ്റ്റിച്ച് വരുന്നിടം നല്ല ക്ലിയർ ആയിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുക. എന്നിട്ട് അത് ഒരു അല്പം പോലും മാറിപ്പോകരുത് അങ്ങോട്ടോ ഇങ്ങോട്ടോ. അപ്പം നമ്മൾ അവിടെ പിൻ കുത്തി കൊടുക്കാവേ. അതിനുശേഷം നമ്മളിതാ ഇതുപോലെ അങ്ങ് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇങ്ങനെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം ഈ ഭാഗത്തെ എന്താ ഇതുപോലെ ലഭിക്കും. അതിനെ നിവർത്തി കഴിയുമ്പോൾ നല്ല നീറ്റായിട്ട് റോങ് സൈഡും നല്ല വശവും എല്ലാം നമുക്ക് ഇതുപോലെ ലഭിക്കും. നമ്മൾ ഇതാ ഇതുപോലെ കൈ കൊണ്ടൊക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതാ ഈ ആം ഹോൾ തൊട്ട് നമ്മൾ അടുത്ത ആം ഹോൾ വരെ അങ്ങ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണേ. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ലഭിക്കുവേ. നമ്മളുടെ ഇന്നത്തെ വീഡിയോ ഒരു സിമ്പിൾ ട്രിക്സ് ആണ്. സ്റ്റിച്ചിങ് ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ഇതൊരു യൂസ്ഫുൾ ആകുമെന്ന് വിചാരിക്കുന്നു. അപ്പം നമ്മളുടെ വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അതുപോലെ തന്നെ നമുക്ക് കമൻറ്റുകൾ ഇടുക. പിന്നെ നമുക്കൊരു ഇൻസ്റ്റയും ഉണ്ട്, ഫേസ്ബുക്കും ഉണ്ട്, അതിൻ്റെ എബൌട്ടിലുണ്ട് അതിൻ്റെ ലിങ്ക്. അപ്പം നമ്മളുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.